നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയ പാർട്ടി BJP തന്നെയാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി അവർ സമാഹരിച്ച തുക അത്രയും ഭീമമാണ്. ഈ രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഏറ്റവും കൂടുതൽ, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തുക സംഭരിച്ച പാർട്ടി. ഇപ്പോൾ സുപ്രീം കോടതി അതിനെ അസാധുവാക്കുമ്പോൾ, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധം എന്ന് പറയുമ്പോൾ, ഇവിടെ കൃത്യമായും BJP ശ്രമിക്കുന്ന ഒരുപാട് വഴികളുണ്ട്. അതായത് പ്രതിപക്ഷ നിരയെ ദുർബലമാക്കാനും കൂടുതൽ ഇലക്ഷനുകൾ ജയിക്കാനും വേണ്ടിയുള്ള പല തന്ത്രങ്ങളും അവർ അണിയറയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിലെ പ്രഗത്ഭരായ നേതാക്കളെ മുഴുവൻ എൻഫോഴ്സ്മെൻറ്റിനെയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യിച്ച് അവരെയൊക്കെ കസ്റ്റഡിയിൽ വെച്ച് അവരെയൊക്കെ പീഡിപ്പിച്ച് എല്ലാ രീതിയിലും എല്ലാ കാലത്തും അധികാരത്തിൽ ഇങ്ങനെ സുഖിച്ച് വാഴാം എന്നുള്ള തന്ത്രമായിരിക്കും അവർ ആവിഷ്കരിച്ചു കൊണ്ടേ ഇരിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ അവരുടെ പക്കൽ ഉള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട കഥകൾ, അത് വെറും കഥയല്ല, കൃത്യമായി നിരവധി തവണ കോടതിയുടെ പരിധിയിൽ വന്നിട്ടുള്ള പരാതികൾ. അജിത് പവാർ അടക്കമുള്ള നിരവധിയായ നേതാക്കൾ അതിനകത്ത് പെടുന്നുണ്ട്. അജിത് പവാർ മാത്രമല്ല, BJPയിലെ ഒരു പിടി നേതാക്കൾ അതിനകത്തുണ്ട്. കോടതി ശിക്ഷിച്ച നേതാക്കൾ വരെയുണ്ട്. ഇവരുടെയൊന്നും കേസുമായി ബന്ധപ്പെട്ടോ ഇവരുടെയൊന്നും ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ഒന്നും ആദായ നികുതിയോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റോ ഒന്നും തന്നെ റെയ്ഡ് നടത്താത്തത് എന്ത് എന്ന വലിയ ചോദ്യമുണ്ട്. അത് ഇന്ത്യ മുന്നണി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു. ഒരു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ പ്രതിപക്ഷം അടങ്ങിയിരിക്കുമെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പോരാട്ടം സ്തംഭിപ്പിക്കാമെന്നോ കരുതിയെങ്കിൽ തെറ്റി. ഇവിടെയാണ് പ്രതിപക്ഷം ഒരു തീഗോളമായി മാറുന്നത് എന്നത് BJPക്ക് വൈകാതെ മനസ്സിലാവും. BJP നേതാക്കളുടെ സ്വത്ത് വിവര കണക്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവർ ഇലക്ഷൻ സമയത്ത് സമർപ്പിക്കുന്ന സത്യവാങ്മൂലം, ഇതൊക്കെ പരിശോധിക്കണം എന്ന വലിയ കാര്യം അവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി മദ്യനയത്തിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട സൂത്രധാരനാണ് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. 3.5 മണിക്കൂറുള്ള വാദമായിരുന്നു അദ്ദേഹത്തിനെതിരെ നടത്തിയത്. അതേസമയം വിവിധ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോർപ്പറേഷൻ അഴിമതി തുടങ്ങിയ മറ്റ് പല കാര്യങ്ങളും NDAയിലെ തന്നെ ഇപ്പോൾ ഞെളിഞ്ഞിരിക്കുന്ന പല നേതാക്കളെയും വേട്ടയാടാൻ പോകുന്നുമുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ നിരവധിയായ അന്വേഷണങ്ങൾ കടുപ്പിച്ചാൽ അതിൽ പലതും ജയിലറയ്ക്കുള്ളിലേക്ക് എത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കോൺഗ്രസ്സിന് കയ്യിൽ ഒരു നയാ പൈസ പോലും ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ്സിനെ കുരുക്കിലാക്കാൻ വേണ്ടി ആദായ നികുതി കൃത്യമായൊരു കളി കളിച്ചിരിക്കുകയാണ്. ജനങ്ങൾ കോൺഗ്രസ്സിന് തെരഞ്ഞെടുപ്പിന് വേണ്ടി പണം നൽകിയതുപോലും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കോൺഗ്രസ്സിലായിരിക്കെ തന്നെ ശാരദാ ചിട്ടി ഫണ്ട് കുംഭകോണ കേസിൽ CBI ഹിമന്ത ബിശ്വ ശർമ്മയെ 8 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. തൃണമൂലിൻ്റെ തീപ്പൊരി നേതാവായിരുന്ന സുവേന്ദു അധികാരി ഇപ്പോൾ BJPയിലാണ്. അദ്ദേഹം 2020 BJPയിൽ എത്തിയതോടെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം തന്നെ തണുത്തത്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളുണ്ട്. ദിഗംബർ കാമത്തും അശോക് ചവാനും അതുപോലെ തന്നെ ഛഗൻ ഭുജ്വാലും നാരായൺ റാണയും പ്രഫുൽ പട്ടേലും ഭാവന ഗാവ്ലിയും അതുപോലെ അമരീന്ദർ സിംഗും പ്രേമ ഖണ്ഡുവും ഒക്കെ ഇതിനകത്തപ്പെടുന്ന ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ്. ഇവർക്കെതിരെയൊന്നും അന്വേഷണമില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇതിനകത്താണ് യഥാർത്ഥ കള്ളക്കളി നടക്കുന്നത്. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട മാപ്പുസാക്ഷി വക 34 കോടി BJPക്ക് പോയി എന്നുള്ളതും, അറസ്റ്റിന് പിന്നാലെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവാദവും വീണ്ടും കസറുകയാണ് എന്ന് തന്നെ പറയുകയാണ്. അതായത് പണം ഇറക്കുന്നത് കൃത്യമായിട്ടും എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇലക്ട്രൽ ബോണ്ട് വഴി 2471 കോടി രൂപ BJPക്ക് നൽകിയ 41 കമ്പനികൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ടിരുന്നതായി ആരോപണമുണ്ട്. ഇതിൽ കൃത്യമായിട്ടുള്ള കള്ളക്കളികൾ ഓരോന്ന് പുറത്തു വരുമ്പോൾ ഒന്നും ചെയ്യാനാകാത്ത ഒരവസ്ഥയിൽ BJP എത്തപ്പെടും എന്ന് തന്നെയാണ് പ്രതിപക്ഷം തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്.